ബേസിലിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ യുവ സൂപ്പർ സ്റ്റാർ ആണ്. ധ്യാനിനെ കുറിച്ച് പറയുമ്പോൾ യുവ സൂപ്പർ സ്റ്റാർ അല്ല, സീനിയർ സൂപ്പർ സ്റ്റാർ അല്ല, ഒന്നുമല്ല. അങ്ങനത്തെ ഒരു പേരൊന്നും വരാറില്ല. ഇതെന്ത് നീ എന്നെ അപമാനിക്കുക? യുവ സൂപ്പർ സ്റ്റാർ ആരെങ്കിലും അവനെ വിളിച്ചോ? ഇപ്പൊ യുവ സൂപ്പർ സ്റ്റാറിന് എന്റെ എത്ര പടം ഇല്ലാത്ത ഞാൻ അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന് റേഞ്ച് ഇല്ല ബേസിലിന്. അവന് ഒരേ സാധനം തന്നെയല്ല എല്ലാ പടത്തിലും ചെയ്യുന്നത്. ആ വർഷങ്ങൾക്ക് ഞാൻ ചെയ്ത വേഷം ബേസിൽ ചെയ്യുവാണെങ്കിൽ ആ പടം ഫസ്റ്റ് ദിവസം ചിലപ്പോൾ ഹോൾഡ് ഓവർ ആയിപ്പോയി എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. നീ മുമ്പ് രാവിലെ പറഞ്ഞിരുന്നത് ഫ്രൈഡേ സ്റ്റാർ എല്ലാ ഫ്രൈഡേയിലും പടം ഇറങ്ങുന്നത് നീ തന്നെയല്ലേ പറഞ്ഞത്? ID ഫേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം മലയാളിയുടെ മനസ്സിലേക്ക് വരുന്ന പേരുകളിലൊന്ന് അശ്വതി അച്ചു ആണ്. എന്തെങ്കിലും ആരെങ്കിലും വന്ന് ഫേക്ക് ഐഡിയിൽ നിന്ന് പറ്റിച്ചിട്ടുണ്ടോ? പിന്നെ വന്നിട്ടുണ്ട്. എനിക്ക് അതുപോലെ മതിന്നില്ല, അത്ര പോലെ തന്നെ വേണ്ടതാണ്. ഫേക്കാണോ എന്നുള്ള ഡൗട്ട് കാരണം അതുകൊണ്ടാണ് ഞാൻ പരിചയമുള്ള നമ്പർ പോലും ഇപ്പൊ എടുക്കാത്തതെന്ന്. അതുകൊണ്ടല്ല, ഒരിക്കലും നീ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്ത് ധ്യാനിന് ഇഷ്ടമുള്ള ഒരു അവതാരക ഉണ്ടോന്ന് ചോദിച്ചാൽ ധ്യാൻ എന്തുണ്ട്? ലോക്കലായിട്ട് വന്ന് ലോക്കലായിട്ട് നിന്റെ പേരൊക്കെ പറഞ്ഞോ വേണമെങ്കിൽ. അതിന് നമ്മളെ ശമ്പളം വാങ്ങുന്നു, നമ്മൾ അതിനു വേണ്ടി നമ്മൾ ശരിക്കും പണിയെടുക്കുന്നുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ആയിക്കോട്ടെ നമ്മൾ പണിയെടുക്കുന്നത്. പക്ഷെ ചില അങ്ങനെ ഒരു പണിയെടുക്കാതെ വെറുതെ വന്ന് കുറെ ഗെയിംസും പരിപാടിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ നിന്നെ പറ്റിയില്ല, നിന്നെ പറ്റി അങ്ങനെ പറയോ? അതല്ലടാ, നിന്റെ ചെവി കേൾക്കുന്ന പാട്ട് പറയാനാണോ നിനക്ക് ഇത് തന്നത്? രേണു പാടുന്ന പാട്ടാന്ന് കണ്ടുപിടിക്കണം. തെറി പറയട്ടെ. രണ്ടുപേരും കളിച്ച് കഴിഞ്ഞു എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇതെല്ലാം പാട്ടാന്ന് വിചാരിച്ചിരിക്കുക പുള്ളി. ഫേവറേറ്റ് ആക്ടർ മർലൻ ബ്രാൻഡ് കേട്ടിട്ടില്ലല്ലേ? കേട്ടിട്ടുണ്ട്. മെർലിൻ മൺറോ കേട്ടിട്ടുണ്ടോ? അതായിരുന്നു പുള്ളിയുടെ മൈൽ വന്നത്. പക്ഷെ പറഞ്ഞു തന്നപ്പോ താങ്കളുടെ ഫേവറേറ്റ് ആക്ടർ അതാണ്. സ്വന്തം അപ്പനല്ല. അപ്പൻ ഇവിടെ കിടക്കണം, മെർലിൻ ബ്രാൻഡ് ഇവിടെ കിടക്കണം. ഇനി ഈ കളിയൊക്കെ മുന്നേ കളിച്ചതാണ്. 22 വർഷം പഴക്കമുണ്ട് നിന്റെ ഈ കളിക്കുമ്പോ. ID ദ ഫേക്കിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ പ്രശസ്തരായ ആളുകളാണ് വരുന്നത്. ഞാൻ അങ്ങനെ പറയട്ടെ, പ്രശസ്തരായ ആളുകളൊക്കെ. ധ്യാനുണ്ട്, ഡയറക്ടറുണ്ട്, പ്രശാന്ത് ഉണ്ട്. ഈ ID ഫേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം മലയാളിയുടെ മനസ്സിലേക്ക് വരുന്ന പേരുകളിലൊന്ന് അശ്വതി അച്ചു ആണ്. കാരണം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ഫേക്ക് ID അശ്വതി അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫേക്ക് ഐഡിയുടെ പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും രേണുക എന്നൊരു ഫേക്ക് ഐഡി ഞാൻ കേട്ടിട്ടില്ല, അല്ല ഒരു ഫേക്ക് ഐഡി ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഈ അശ്വതി അച്ചു എന്തെങ്കിലും ഒരു ഫേക്ക് ഐഡി കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിലോ ഏതെങ്കിലും ഒരു ഇതില്? അശ്വതി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഈ പറഞ്ഞ കേട്ടിട്ടുണ്ട്. സിനിമയിലൊക്കെ റെഫറൻസ് അശ്വതി അച്ചു എന്ന് പറയുന്നത് കണ്ടിട്ടില്ല. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ഫേക്ക് ഐഡി യൂസ് ചെയ്ത് ആരെങ്കിലും ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കമന്റ് ഇട്ടേക്കാന്ന് വിചാരിച്ച് ഇടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അറിയില്ലല്ലേ? പോലും ഇല്ല. ഏജ് ആണ് വിഷയം. ധ്യാൻ ഫേക്ക് സത്യം മതി, വെറുതെ ഫേക്ക് ആവണ്ട, ഉള്ള കാര്യം പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ ചോദിക്കരുത്, സമയമില്ലാത്തോണ്ട്. ഒരിക്കലും പോയിട്ട് ഒരു ഫേക്ക് ഐഡിയിൽ പോലും സ്വന്തമായിട്ടൊരു ഫേക്ക് ഐഡി ഇല്ല. എനിക്ക് അങ്ങനെ പോയിട്ട് പറയണമെങ്കിൽ ഞാൻ നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ പറയും. എനിക്കിപ്പോ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഒരാളെടുത്ത് പോയിട്ട് നിന്നെ ഞാൻ എന്ന് പറയേണ്ട കാര്യമില്ല. പറ്റിക്കാനാണോ ഉദ്ദേശിച്ചത്? അല്ല, ഇത് ഫേക്ക് ഐഡി കൊണ്ട് പൊതുവെ ചെയ്യാൻ ഫേക്ക് ഐഡിക്ക് ഇച്ചിരി എഫേർട്ട് എടുക്കണേ. നമ്മൾ സ്വന്തമായിട്ടൊരു ഐഡി ഉണ്ടാക്കണം. അത് പറ്റത്തില്ല, അതിനോട് എഫേർട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫേക്ക് ആയിട്ടുള്ള ID പ്രശ്നം, കഥകളൊന്നും നമുക്ക് മനസ്സിലാവില്ല, ചെല്ലണ വരെ അറിയത്തില്ല. പക്ഷെ ഈ ഫേക്ക് ഐഡികളിൽ വന്ന് പറ്റിക്കലുകളൊക്കെ ഒരുപാട് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. ഹണി ട്രാപ്പുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും വന്ന് ഫേക്ക് ഐഡിയിൽ നിന്ന് പറ്റിച്ചിട്ടുണ്ടോ? പറ്റിക്കാൻ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇപ്പോഴത്തെ ആളുകൾ പറയുന്നത് തന്ത വൈബ് എന്നൊക്കെ പറയുന്ന പോലത്തെ സ്വഭാവമാണ്. നമുക്ക് അറിയാത്ത ഇതിൽ നിന്നൊക്കെ വീഡിയോ കോൾ വരുമ്പോ എടുക്കത്തില്ല, പക്ഷെ വരാറുണ്ട്. പിന്നെ വന്നിട്ടുണ്ട്. എനിക്ക് അതുപോലെ മതിന്നില്ല, അത്ര പോലെ തന്നെ വേണ്ടതാണ്. ഫേക്കാണോ എന്നുള്ള ഡൗട്ട് കാരണം ഇന്റർവ്യൂ കാണുന്നവരായിരിക്കും, പേടിച്ചിട്ടായിരിക്കും. ഞാൻ നീ വിളിക്കുമ്പോ പോലും എടുക്കാറില്ലല്ലോ. അതില്ല, പക്ഷെ ഞാൻ ഫേക്ക് അല്ലല്ലോ വിളിക്കണേ. അല്ല, അതാ പറഞ്ഞ ഒറിജിനൽ പോലും എടുക്കാറില്ല. പക്ഷെ ഒറിജിനൽ എടുക്കാത്ത പലരുമാണ് ഫേക്കിൽ പെടാറെന്നാണ് കേട്ടേക്കണേ.
ഏത് നീ എന്ത് ഉദ്ദേശിച്ചു? ഫേക്ക് പ്രശ്നങ്ങളിൽ പെടുന്നത് ഒറിജിനൽ കോളുകൾ എടുക്കാത്തവരാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്ര ദാരിദ്ര്യം ഇല്ല. ദാരിദ്ര്യമില്ല. അറിയാലോ. അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുമില്ല, പറ്റിച്ചിട്ടുമില്ല. പൊതുവേ ഈ പറഞ്ഞ ആണുങ്ങൾ നേരിടുന്ന ഇപ്പൊ ലാസ്റ്റ് വന്ന ഇപ്പൊ ഏറ്റവും കറന്റ് ആയിട്ട് നിൽക്കുന്ന ഹണി ട്രാപ്പ്. ട്രാപ്പ് എന്ന് വെച്ചാൽ റാൻഡം കോളിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നു, കുട്ടി ഇത് ചെയ്യുന്നു, ഭീഷണിപ്പെടുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള. പിന്നെ പൈസ ചോദിക്കുന്ന സിനിമക്കകത്ത് എനിക്ക് സിനിമയിൽ 1-2 സുഹൃത്തുക്കൾ, അടുത്തറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾ 1-2 പേര് ഇതിന് ഇരയായിട്ടുള്ള 1-2 പേരുണ്ട്. അപ്പം അതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പരിചയമുള്ള നമ്പർ പോലും ഇപ്പൊ എടുക്കാത്തതെന്ന്. അതുകൊണ്ടല്ല, ഒരിക്കലും നീ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്ത് നേരത്തെ പറഞ്ഞ പോലെ അത്രയും ദാരിദ്ര്യം ട്രാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്റെ വളരെ അടുത്ത സുഹൃത്തും വഴികാട്ടിയൊക്കെയാണ്. വഴികാട്ടിയൊന്നുമല്ല, സുഹൃത്താണ് ഞങ്ങള്. പക്ഷെ അപ്പം ഇത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഫേക്ക് ആയിട്ട് നമ്മൾ അതിലോട്ട് പോകേണ്ട വന്നിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേക്ക് ആയിട്ട് പറ്റിക്കലുകള്, പൈസ കടം കൊടുക്കല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജീവിതത്തിൽ ഇഷ്ടംപോലെ പറ്റിക്കലുകൾ പറ്റിയിട്ടില്ലേ? അത് ഫേക്കായിട്ട് ഞാൻ കടം കൊടുക്കാറേ ഇല്ല. പൊതുവെ വാങ്ങാറുമില്ല. എന്റെ കയ്യിൽ കാശില്ല. കാശുണ്ട്, കൊടുക്കാറുമില്ല, വാങ്ങാറുമില്ല. വാങ്ങാറുമില്ല. അതുകൊണ്ട് ആ വഴിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇനി സെലിബ്രിറ്റികളായ ആളുകൾ നിങ്ങൾ ഒത്തുകൂടുന്ന സമയത്ത്, ഇപ്പം എപ്പോഴും നമ്മൾ സിനിമ സെറ്റിലിരിക്കുന്ന സമയത്ത് സിനിമയെക്കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ നാട്, വീട്, ചുറ്റുള്ള വിശേഷങ്ങൾ, അങ്ങനെ പലതും നമ്മൾ ചർച്ച ചെയ്യും. ഐ എം മാരീഡ്, നിങ്ങൾ മാരീഡാണ്. അപ്പോൾ കല്യാണം കഴിച്ച സെലിബ്രിറ്റി സ്റ്റേറ്റസുള്ള പുരുഷന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും? കുടുംബ പ്രാരാബ്ധങ്ങളായിരിക്കുമോ? ഡയറക്ടർ ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ആര് ചോദിച്ചാലും കുഴപ്പമില്ല, നിനക്കിത് അറിയില്ല എന്ന് മാത്രം. ഞാൻ പുരുഷനല്ലല്ലോ. പക്ഷെ ഒരു പുരുഷൻ ചിന്തിക്കുന്നതൊക്കെ നിനക്ക് ചിന്തിച്ച് എടുക്കാൻ പറ്റുന്ന. ഞാൻ അത്രയും വളർന്നിട്ടില്ല. പറ, നിങ്ങൾ നിങ്ങൾ എന്തായിരിക്കും സംസാരിക്കുന്നത്? എന്തായിരിക്കും കുടുംബ പ്രാരാബ്ധങ്ങളായിരിക്കും? ഒരു പരിധി വരെ സിനിമ തന്നെയാണ്. ഓക്കെ, കുടുംബ പ്രാരാബ്ധങ്ങൾ. അപ്പൊ സിനിമ പ്രൈമറി സാധനം സിനിമ തന്നെയാണ്. സിനിമ ചർച്ചകൾ, കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് വരുന്നത് സ്വാഭാവികമായിട്ടും കുടുംബം, ഫാമിലി, സുഹൃത്തുക്കൾ, പിന്നെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, അവിടെ ആ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ തന്നെ ഫ്രട്ടേണിറ്റിയിലുള്ള ആൾക്കാരുടെ തമാശകൾ, ഗോസിപ്പുകൾ. പെണ്ണുങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം അതൊക്കെ തന്നെ. പിന്നെ രാത്രി കൂടുന്നതിന്റെ കാര്യം, സാധനങ്ങൾ അറേഞ്ച് ചെയ്യണം, എന്തെല്ലാം. ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? ഏതിന്? അല്ല അതൊക്കെ ചർച്ചയല്ലേ? ഇന്ന് രാത്രി ചിലപ്പോൾ ടേൺ എടുത്തായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം ഒരാളാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം വേറൊരാളായിരിക്കും. ഞാൻ പറഞ്ഞ പൊതുവായിട്ട് എനിക്ക് തോന്നുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെ വീട്, ഭർത്താവ്, കുട്ടി, കുക്ക് ചെയ്യണ ഫുഡ്, അല്ല നമ്മൾ എന്താണ് വേറെ ചർച്ചയാണ് നമുക്ക് മെയിനായിട്ട്. അങ്ങനെ എന്നെ വല്ലാതെ ധ്യാൻ തെറ്റിദ്ധരിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. സുഹൃത്ത് ബന്ധത്തിനിടയിലും കൂടുതൽ പറയണില്ല. ഇപ്പം ബേസിലും ധ്യാനം ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. ആര് ഇളയതായിരിക്കും? ബേസിലുള്ളതാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഒരു ഏജ് ഗ്രൂപ്പിലെ വരെ ഭയങ്കര ഡിഫറൻസ് ഇല്ല ഏജിൽ. ബേസിലിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ യുവ സൂപ്പർ സ്റ്റാർ ആണ്. ധ്യാനിനെ കുറിച്ച് പറയുമ്പോൾ യുവ സൂപ്പർ സ്റ്റാർ അല്ല, സീനിയർ സൂപ്പർ സ്റ്റാർ അല്ല, ഒന്നുമല്ല. അങ്ങനത്തെ ഒരു പേരൊന്നും വരാറില്ല. പ്രശാന്തിന്റെ അടുത്ത് അല്ല, അങ്ങനെ വിളിച്ച് എത്തട്ടെ. സൂപ്പർ സ്റ്റാർ ആരെങ്കിലും അവനെ വിളിച്ചോ? ഇപ്പൊ പറയുന്നുണ്ട്. പിന്നെ യൂത്ത് ഇത് എല്ലാം ഇഷ്ടമല്ലേ? ധ്യാനം അറിയാഞ്ഞിട്ടാണ് നമ്മളെ ഇടയ്ക്ക്. അവൻ എന്റെ എത്ര പടമില്ലല്ലോ. എന്നിട്ട് അത് പ്രസക്തമാണെന്നാണ് എന്റെ ചോദ്യം. യുവ സൂപ്പർ സ്റ്റാറിന് എത്ര പടമില്ലാത്ത എന്താ? വീക്കെൻഡിന്റെ മിന്നൽ മുരളിന്റെ പടം കഴിഞ്ഞിട്ട് അവനെ വീക്കെൻഡ് അവനെ വെച്ചല്ലേ പടം ചെയ്യണ്ടേ? അതെ അല്ലേ? എന്നെ വെച്ചല്ലേ പടം അതെ. പക്ഷെ അല്ല, പിന്നെ വിനീത് ശ്രീനിവാസന്റെ മറ്റേ വർഷം കേസിൽ അവനെ നായകനാക്കണം, എന്നെ നായകനാക്കിയതിന് അവനൊരു ചെറിയ വേഷം. അവൻ എന്റെ സൈഡിൽ അസിസ്റ്റന്റ്. ആക്ടറിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഞാനും പ്രശാന്ത് ഉണ്ടാക്കും. നമ്മളൊക്കെ ആക്ടേഴ്സ് ആണ്. സ്റ്റാർസും ആക്ടേഴ്സും നമ്മൾ വ്യത്യാസമുണ്ട്. പറഞ്ഞുതരാം. ആക്ടേഴ്സ് മെറിറ്റിന്റെ ബേസിലാണ് നിൽക്കുന്നത്, മനസ്സിലായി? നമ്മളൊക്കെ മെറിറ്റിലാ. പെർഫോമൻസ് മെറിറ്റിൽ വഴിവിട്ട് വന്നവരാ. അല്ലാണ്ട് സ്റ്റാർസിന് ഇപ്പൊ ഞാൻ അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന് റേഞ്ച് ഇല്ല ബേസിലിന്. അവന് ഒരേ സാധനം തന്നെയല്ല എല്ലാ പടത്തിലും ചെയ്യുന്നത്. അത് ഞാൻ അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള മറുപടി അവൻ പറയുമായിരിക്കും. പക്ഷെ നേരിട്ട് ആ വർഷങ്ങൾക്ക് ഞാൻ ചെയ്ത വേഷം ബേസിൽ ചെയ്യുവാണെങ്കിൽ
ആ പടം ഫസ്റ്റ് ദിവസം ചിലപ്പോൾ ഹോൾഡ് ഓവർ ആയിപ്പോയി എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ എന്തുകൊണ്ട് ആ പടത്തിൽ നായകനായില്ല? കാരണം എന്നാ പിന്നെ നീ പറയണോ അവൻ യുവ സൂപ്പർ സ്റ്റാർ ആയി എന്നെ എന്തിനാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടോ? ഒരിക്കലും അല്ല. അത് ഞാൻ വിശ്വസിക്കില്ല. എന്നോട് അത്ര സ്നേഹം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വീക്കെൻഡ് സോഫിയ ചേച്ചി എന്തുകൊണ്ട് ബേസിൽ വെക്കണില്ല? സൂപ്പർ സ്റ്റാർ അല്ല ഇവിടെ പെർഫോമേഴ്സിനും ആക്ടേഴ്സിനുമാണ് വഴി വെട്ടി അങ്ങനെ വന്ന ആൾക്കാരൊക്കെയാണ് നമ്മളൊക്കെ. നമ്മള് രണ്ടുപേരും ഞാൻ എന്റെ ചോദ്യം ചോദിച്ചോട്ടെ. അപ്പൊ അങ്ങനെ ബേസിലിന്റെ പറയുന്നുണ്ട്. അങ്ങനെ ധ്യാനിനെ കുറിച്ച് പറയുവാണെങ്കിൽ പറയാൻ പറ്റിയ ഒരു ടൈറ്റിൽ എന്തായിരിക്കും? ഇന്റർവ്യൂ സ്റ്റാറിന് ഓൾറെഡി വിളിച്ചിട്ടുണ്ട് ആൾക്കാര്. സഹായിക്കണം. നീ മുമ്പ് രാവിലെ പറഞ്ഞിരുന്നു ഫ്രൈഡേ സ്റ്റാർ എല്ലാ ഫ്രൈഡേയിലും പടം നീ തന്നെയല്ലേ ഓൾറെഡി ഇല്ല. ഓർഡർ ഉണ്ടാണോ? പുതിയതുണ്ടാക്കണോ? അതെനിക്ക് മുന്നേ ഉണ്ട് കുറച്ചു കാലമായിട്ട്. എന്തെങ്കിലും അഡ്വാൻസിങ് സൂപ്പർ സ്റ്റാർ എല്ലാ സ്റ്റാർ പറ്റില്ലല്ലോ. ഫ്യൂച്ചർ സിനിമകളുടെ അഡ്വാൻസുകൾ മേടിച്ച് അഡ്വാൻസിങ് സൂപ്പർ സ്റ്റാർ. അത് രണ്ട് രീതിയിലും എടുക്കാം. എനിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. നാട്ടുകാരുടെ മുമ്പിൽ അഡ്വാൻസ് സൂപ്പർ സ്റ്റാർ. ഇനി രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇനി വരാനുള്ള സൂപ്പർ സ്റ്റാർ പിന്നെ അഡ്വാൻസ് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്ന സൂപ്പർ സ്റ്റാർ. കഴിഞ്ഞ വർഷം ആദ്യം കണ്ട് ഞാൻ വിളിച്ചേ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ഇല്ലടി 35 സിനിമ വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലായി. അത് കണ്ടാ മതി. ഫോൺ വിളിച്ചാലും സമയമില്ല. എന്റെ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട്ട് ഞാൻ പറന്നുകൊണ്ടിരിക്കാന്നാണ്. അപ്പൊ അഡ്വാൻസിങ് സൂപ്പർ സ്റ്റാർ അതൊരു നല്ല പേരായിരുന്നു. ഇനി അല്ല എനിക്കിഷ്ടമായി, നന്നായിട്ടുണ്ട്. അങ്ങനത്തെ തന്നെയാണ്. ഇനി നമ്മളൊരു ഗെയിം കളിച്ചിട്ടാണ് നമ്മൾ ബാക്കി ഇന്റർവ്യൂലോട്ട് കിടക്കുന്നത്. ഗെയിം വളരെ സിമ്പിളാണ്. ഈ ഹെഡ്സെറ്റ് നമ്മൾ വെക്കും, നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാട്ട്. അപ്പം ഇപ്പൊ ഇത് വെക്കുന്നത് പ്രശാന്ത് ആണെങ്കിൽ ധ്യാനൊരു പാട്ട് പറയും. അത് ഇവർ രണ്ടുപേരും ആർക്കും പറയാം. അത് കേട്ടിട്ട് അത് ഗസ് ചെയ്യണം അത് ഏത് പാട്ടാണെന്ന്. വളരെ സിമ്പിൾ ആയിട്ട്. എനിക്കാണ് ടാസ്ക്. ഏറ്റവും അടുത്ത് നീ പാടിക്കോ, അതാ നല്ല. നീ പറഞ്ഞു. ഓ എനിക്കിഷ്ടമല്ല അങ്ങനെ, വേണ്ട. അതല്ല എളുപ്പം. തിരിഞ്ഞിട്ട് പെട്ടെന്ന് ലിപ്പ് ക്യാച്ച് സ്ട്രൈറ്റ് നിൽക്കിരിക്കില്ല. പക്ഷെ നിങ്ങളല്ലേ ഇപ്പൊ സെറ്റിൽ ഒത്തിരി കാലം ഒരുമിച്ച് നിന്നാ നിങ്ങൾക്കായിരിക്കും സ്വയം പരിചയം കൂടുതൽ. ഓ എന്തൊരു സ്നേഹം. ആദ്യം ധ്യാൻ ഒരു പാട്ട് പറയും, ചുണ്ട് മാത്രം അനക്കാൻ പറ്റത്തുള്ളൂ. 1 2 3 എന്ന് കാണിച്ചിട്ട് പാട്ട് പറയണം. പറയും പാട്ട് ഏതും പറഞ്ഞോ. മിഴിയറിയാതെ നീ അത് ഭയങ്കര പെട്ടെന്നായിരുന്നു. ഓ എനിക്ക് വരെ കിട്ടി. പൂവേ പൂവേ ഡയറക്ടർക്ക് കൊടുക്ക. ഡയറക്ടർക്ക് നോക്കട്ടെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇത്ര എളുപ്പത്തിൽ ആ പാട്ട് പാടിയിട്ടല്ലേ? ഞങ്ങൾ മനസ്സിലാലോചിച്ച പാട്ട് ഒന്നുമല്ല. ഡയറക്ടർ അയ്യോ എനിക്ക് അങ്ങനെ പറ്റില്ല. പേടിച്ചിട്ട് അത് മാറ്റി ചെവിയുന്നത്. 1 2 3 അതല്ലടാ നിന്റെ ചെവി കേൾക്കുന്ന പാട്ട് പറയാനാണോ നിനക്ക് ഇത് തന്നത്? ഇതാണോ നീ ഉദ്ദേശിച്ച ടാസ്ക്? ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചില്ല. നീ ചെവിയിൽ വെക്കുക. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. രേണു പാടുന്ന പാട്ടായെന്ന് കണ്ടുപിടിക്കണം. രണ്ടുപേരും കളിച്ചു കഴിഞ്ഞു എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇതെല്ലാം പാട്ടാന്ന് വിചാരിച്ചിരിക്കുക പുള്ളി. നീ പാട്, ഞങ്ങൾക്ക് പാടാൻ പറ്റത്തില്ല. അറിയാതെ അറിയാതെ ഇഷ്ടമായി, അറിയാതെ ഇഷ്ടമായി. പറ്റൂല. ഇത് നമ്മളോട് അറിയാതെ ഇല്ല വേണ്ട, നടക്കൂല. നിങ്ങളെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അതെന്റെ തെറ്റായിപ്പോയി. പക്ഷെ അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കത്തില്ല. ഇനി ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ ധ്യാനിന്റെ ഇന്റർവ്യൂ വരുന്ന സമയത്ത് അവതാരകർക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിനിമ എടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം റീച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ധ്യാൻ എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ പറയും, അതിൽ റീച്ച് വരും എന്നുള്ളത് കൊണ്ട് ഇഷ്ടമാണ്. അത് അവതാരകരെ കുറിച്ചും
ആ സൈഡിൽ നിന്നുള്ളൊരു ഇതാണ്. പക്ഷെ ധ്യാനിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ധ്യാനിന് ഇഷ്ടമുള്ള ഒരു അവതാരക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ധ്യാൻ എന്തുത്തരം പറയും? ഉണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. അതെ, പ്രണവ് റോയ്, ഓ വാവ്, സിമി അഗർവാൾ. കുറച്ചുകൂടെ ലോക്കലായിട്ട് ലോക്കലായിട്ട് നിന്റെ പേരൊക്കെ പറഞ്ഞോ വേണമെങ്കിൽ. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയണ്ട. ഇല്ല, അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടോ? ഒരു ഇന്റർവ്യൂ, ഒരു കൈൻഡ് ഓഫ് ഇന്റർവ്യൂ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? 1-2 പേരുണ്ട്. അതിലെനിക്ക് ചിലവർ കുറച്ച് ഇപ്പൊ ഇതുപോലത്തെ ഡൂക്ലി ഗെയിമൊന്നും കൊണ്ട് വരാത്ത ചിലരൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അങ്ങനത്തെ ഗെയിമൊക്കെ എന്തിനാണെന്ന് എനിക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. അങ്ങനത്തെ ഇപ്പൊ ഗെയിംസ് കൊണ്ടുവരിക അതൊന്നും എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ കളിക്കും, അതിന്റെ കൂടെ നീക്കും. അതല്ലാതെ കാര്യമായിട്ട് എന്ന് വെച്ചിട്ട് നമ്മളോട് കാര്യമായിട്ട് നമ്മൾ വലിയ കാര്യം ചെയ്തിട്ടൊന്നും അല്ലെങ്കിൽ പോലും നമ്മളൊരാള് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്ന സമയത്ത് നമ്മളെ നിർത്തിക്കൊണ്ട് അത്യാവശ്യം ആ സിനിമയെ കുറിച്ചും ഒരു റീസെർച്ച് ഒക്കെ ചെയ്തിട്ട് വരുന്ന ആൾക്കാരോട് നമുക്കൊരു പ്രത്യേക ബഹുമാനം ഇഷ്ടവും തോന്നും. അപ്പൊ നമ്മളൊക്കെ സെറ്റിൽ പോയാൽ പണിയെടുക്കുന്നുണ്ടല്ലോ, ഇതൊരു ജോലിയല്ലേ എന്തൊക്കെ പറഞ്ഞാലും. അതിന് നമ്മൾ ശമ്പളം വാങ്ങുന്നു, നമ്മൾ അതിനു വേണ്ടി നമ്മൾ ശരിക്കും പണിയെടുക്കുന്നുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ആയിക്കോട്ടെ നമ്മൾ പണിയെടുക്കുന്നത്. പക്ഷെ ചില ആംഗർമാർ ഒരു പണിയെടുക്കാതെ വെറുതെ വന്ന് കുറെ ഗെയിംസും പരിപാടിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ നിന്നെ പറ്റിയില്ല അങ്ങനെ പറയോ? എനിക്ക് സംശയമുണ്ട്, നല്ല സംശയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എതിർപ്പുമില്ല, ഒന്നുമില്ല. നമ്മളെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് തോന്നുന്നു അതുപോലെ. ഇല്ല, ഞാൻ പലതവണ ധ്യാനം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനൊരു ഗെയിം കളിപ്പിച്ചത്. അതുകൊണ്ട് എന്നെ കുറിച്ച് അല്ലെന്ന് എനിക്ക് നന്നായിട്ട് ഇല്ല, ഞാൻ എടുക്കില്ല. പക്ഷെ ഇങ്ങനത്തെ മറ്റു ഉത്തരം കയറി പറയുന്ന ആരാണ്? ഞാൻ വിചാരിച്ചു വളരെ ടയേർഡായിരിക്കും, ഉത്തരങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമ്മളിരുന്ന ഇന്റർവ്യൂവിൽ നല്ല ഇന്റർവ്യൂസ് ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള നമ്മളെ അന്ന് രാത്രി പാതിരാത്രിക്ക് എടുത്തൊരു ഇന്റർവ്യൂ, രാത്രി 12 മണിക്കോ ഒരു ഇന്റർവ്യൂ, ഒരു 1.5 മണിക്കൂർ. അപ്പൊ അതുണ്ട്. അപ്പൊ നമ്മളത് ഇനി ഞാൻ ചോദിക്കണില്ല, കാരണം പേടിച്ചിട്ട് ഞാൻ ചോദിക്കില്ല. ഞാൻ താങ്കളുടെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ താങ്കൾക്ക് ഇഷ്ടമുള്ള അവതാരകർ, ഇഷ്ടമുള്ള ഇന്റർവ്യൂ, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടോ? ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ അങ്ങനെ ഈ അടുത്ത കാലത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അത് വരുന്നത് അത് ഞാൻ തന്നെ സ്വയം എങ്ങനെ നന്നായി പറയാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് ആ ചിന്തയുടെ പുറത്തു നിന്നുണ്ടായൊരു റിസൾട്ടാണത്. കാരണം അതിനുവേണ്ടി ഞാനൊന്നും ഹോംവർക്ക് ഒന്നും ചെയ്തില്ല. കാരണം നമ്മൾ എങ്ങനെയാണ് ഇവരുടെയൊക്കെ വർത്തമാനങ്ങൾ എങ്ങനെയാണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഇത് വൈറലാവില്ല. ഇപ്പൊ ധ്യാൻ പ്യുവർലി ബേസ്ഡ് ഓൺ ടോക്സ് ആണ്. ഷൈൻ ടോം ജോക്ക് കുറെ ആക്ഷൻസും കൂടെ ഉണ്ട്. ഏതാ അതിലും ഇത് പ്യുവർലി അപ്പൊ ഇവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ചതിന് അപ്പൊ ഞാൻ പല കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ്. സുഹൃത്തുക്കളോടാണെങ്കിലും ക്യാമറയുടെ മുമ്പിലാണെങ്കിൽ പണ്ട് തൊട്ടേ ഈ ആങ്കറിങ് ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഞാൻ ഇത് എന്താണ് ഞാൻ ലാക്ക് ചെയ്യുന്നത്, എന്താണ് എൻ്റെ ഒരു സാധനം, ആ ഫാക്ടർ എന്താ വരാത്തതെന്ന്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കാൻ രസമുള്ള ആൾക്കാരിലുള്ള പ്രശാന്ത് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോ പക്ഷെ അത് മുന്നിൽ വരുന്നവരും കൂടെ തോന്നുന്നില്ല, അവർക്ക് തോന്നുന്നില്ല. കാരണം നമ്മള് ചെല്ലുമ്പോ തന്നെ ഇവര് പിക്ക് ചെയ്യും ഇതിൽ ആരെയൊക്കെ വേണം എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള അവരുടേതായിട്ടുള്ളൊരു സെലക്ഷൻ ഉണ്ട്. അപ്പൊ അതിനകത്തൊന്നും നമ്മൾ എത്തുന്നില്ല. അങ്ങനെ ഏതോ ഒരുത്തൻ വാരി തെറ്റി ഇന്ന് ആരെയും കിട്ടുന്നില്ല, എന്നാ പുള്ളി ഇന്റർവ്യൂ ചെയ്തിട്ടാന്ന് പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്തതിനകത്താണ് ഞാൻ എൻ്റെ ഒരു ഡ്രോമ കയറി വർക്കായപ്പോൾ അത് പിന്നെ എല്ലാവർക്കും നമ്മുടെ ഇന്റർവ്യൂ. പിന്നെ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആരൊക്കെയോ കട്ട് ചെയ്ത് മ്യൂസിക്കൊക്കെ ഇട്ട് വരുമ്പോൾ എനിക്ക് തന്നെ ശരിക്കും ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്, ഷെഡിച്ചൊക്കെ ചെയ്തു വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു ആങ്കറിന്റെ ഒരു ഇതൊക്കെ വിലയിരുത്താൻ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആങ്കർ ആയിരിക്കും അപ്പൊ അല്ലേ? ഞാൻ 2002 തുടങ്ങിയത്. അയ്യോ, എന്നിട്ട് VRS എടുത്തു 2005. പിന്നെ പോയിട്ടില്ല. പിന്നെ ആ വഴിയല്ല, പിന്നെ നമ്മുടെ സിനിമയുടെ അഭിനയത്തിന് 3 വർഷം ഡെയിലി ഷോ ആയിരുന്നു. ഇന്ന് TV-യിൽ നമ്മൾ കാണുന്ന ഏത് പ്രോഗ്രാമിന്റെയും മിനിയേച്ചർ വേർഷൻ എൻ്റെ പ്രോഗ്രാമിലുണ്ടായിരുന്നു. കാരണം 1 മണിക്കൂറും 8 സെഗ്മെന്റ്സ് വരുന്നു. ഇത് ഓരോ ദിവസവും സെഗ്മെന്റ്സ് മാറും. ഈ കളിയൊക്കെ മുന്നേ കളിച്ചതാണ്. 22 വർഷം പഴക്കമുണ്ട് നിന്റെ ഈ കളിക്കുമ്പോൾ. ഞാൻ ശ്രമിച്ചത് തോപ്പിക്കാനായിട്ട്. ഇനി സിനിമകളിലേക്ക് വരുമ്പോൾ പ്രൊമോഷൻസ് ഇപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം മിന്നൽ മുരളി പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് Netflix ആണ് പ്രൊമോട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു യുവരാജ് സിംഗിനെ കൊണ്ടുവരുന്നു, ഗ്രേറ്റ് കളി, അങ്ങനെ പലതും കൊണ്ടുവന്നിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം സിനിമ വരുമ്പോൾ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വരുന്നുണ്ട്. അതിന് താങ്കൾ ആരെയാണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ, ഒരു വ്യത്യസ്തത. സ്വാഭാവികം ഞാൻ ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ഡയറക്റ്റ് റിലീസ് ചെയ്തതാണ് അന്ന് മിന്നൽ മുരളി. സോ അത് അവരുടെ ഇനീഷ്യേറ്റീവാണ്, നെറ്റ്ഫ്ലിക്സിന്റെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു.
ഈ പറയുന്ന ഈ കാളീനെ കൊണ്ടുവന്നതും അല്ലെങ്കിൽ യുവരാജ് സിംഗിനെ കൊണ്ടുവന്നതും അവരുടെ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടായിരിക്കും. കാരണം അന്ന് എനിക്കൊന്ന് കൊറോണ സമയത്ത് വന്ന സിനിമയാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ അവരുടെ അറേഞ്ച്മെന്റ് ആയിരിക്കണം. സ്വാഭാവികമായിട്ടും വീക്കെൻഡ് സോഫിയ ചേച്ചിയുടെ പടമാകുമ്പോൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന അത് തിയേറ്ററിക്കലാണല്ലോ ഇത് ഇപ്പൊ വരുന്ന സിനിമ. അപ്പം ആ രീതിയിൽ നെറ്റ്ഫ്ലിക്സ് എടുക്കുമോ എന്നും നമുക്കറിയില്ല. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് അതിന്റെ ബിസിനസ് സൈഡൊന്നും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യൂഷ്വൽ പ്രൊമോഷൻ പാറ്റേണും ഫോർമാറ്റ് തന്നെ ആയിരിക്കണം. അല്ലാതെ അതിന് വേണ്ടിയിട്ടായിട്ട് എന്ത് ചെയ്യുന്നതില്ല. അതിനൊരു പടം ഷൂട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഒന്നും ഇപ്പോഴേ തയ്യാറാക്കി വെക്കണ്ടല്ലോ. അതിന്റെ ഒരു പ്രിമൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറുക്കൻ മൂലയിലായിരിക്കും എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതാണോ ആ ഒരു യൂണിവേഴ്സ്, അതിന്റെ കുറെ കോംപ്ലക്സിറ്റീസ് ആ യൂണിവേഴ്സിലാണ്. അപ്പൊ അവരതിനെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ പേരിൽ ചെറിയ ഇതൊക്കെ വന്നായിരുന്നു, വിലക്കും പരിപാടിയൊക്കെ. അതൊക്കെ സോർട്ടഡ് ആണ്. അപ്പം 2 ദിവസം കഴിഞ്ഞ് ഷൂട്ട് 19 തൊട്ടിട്ട് ഞാൻ ജോയിൻ ചെയ്യും. അപ്പം എനിക്ക് വന്നു ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമാജിനറി യൂണിവേഴ്സിലാണ് കഥ പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഒരു റൂറൽ മർഡർ മിസ്റ്ററി ആണ്. എന്നുവെച്ചാൽ അവിടുത്തെ നാട്ടിൻപുറത്തുള്ള ഡിറ്റക്റ്റീവാണ് ഞാൻ ചെയ്യുന്ന ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. സോ അതിനപ്പുറം എനിക്ക് തുടങ്ങാൻ പോകുന്ന സിനിമയെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. ഇനി ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ഒരു സമയത്ത് ഈ സിനിമ ശരിക്കും എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ മനസ്സിൽ കരുതുന്ന പോലത്തെ ഒരു ഹണി ട്രാപ്പ് അങ്ങനത്തെ കാര്യങ്ങളാണോ ഈ സിനിമ? അല്ല, ഹണി ട്രാപ്പ് അല്ല. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം എല്ലാം തുടങ്ങിയെടുത്ത് ഒരു വലിയൊരു ബിസിനസ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, അഡൽട്ട് ഒരുപാട് പേജുകളുണ്ട് ഇപ്പം നിലവിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാണാനും ആസ്വദിക്കാനും വായിക്കാനും ഒക്കെ ആയിരിക്കും ഈ പേജുകളിൽ നിന്നാണ്. പക്ഷെ അല്ല, അതിനുള്ളിൽ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം എന്താ കൂടുതലും ആർട്ടിസ്റ്റുകളാണ് ഇതിൻ്റെ തിരകൾ, സ്ത്രീകൾ. അപ്പം അവരുടെയൊക്കെ ഫേക്ക് ഫോട്ടോസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഓരോ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. ചില സമയത്ത് അത് മാത്രമല്ല, നമ്മൾ ഈ ഇപ്പം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ടൂറൊക്കെ പോകുമ്പം അവരുടെ ഫോട്ടോസ് ചിലപ്പോൾ അവർക്ക് പേരറിയില്ല ആ കുട്ടിയുടെ. അപ്പോൾ അതിന് പകരം അവരൊരു പുതിയ പേരിടും. ഇപ്പം സെൻറ്റ് തെരേസ് കോളേജിലെ മിനു എന്നൊരു പേരിട്ടായിരിക്കും ഒരു സ്റ്റോറി വരിക. അപ്പം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അടിയിൽ നല്ലപോലെ ലൈക്ക് വരാറുണ്ട്. പക്ഷെ നമ്മളെ കുറേ ഡീസൻസി ഉള്ള ആൾക്കാർക്കൊന്നും ലൈക്ക് ചെയ്യില്ല, കമന്റ് ചെയ്യില്ല. പക്ഷെ ഒരു പരിധി പറയേണ്ട കാര്യം അതിനകത്ത് ചിലവർ കമന്റ് ചെയ്യും. അപ്പൊ ഈ ഞാൻ ശ്രദ്ധിച്ചത് ആ കമന്റുകൾക്ക് ചിലതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ കമന്റിനും അല്ല, കമന്റുകൾ എന്തായിരിക്കും ഊഹിക്കാലോ, വൾഗർ കമന്റായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കമന്റുകൾക്ക് ചിലതിന് മറുപടി ഉണ്ട്. ഈ മുതലേ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നിടത്ത് കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമന്റിന് ഞാനൊരു കമന്റ് ഇടുകയാണ്. ഇട്ടിട്ട് ഞാനൊരു കമന്റ് ഇട്ടപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. എവിടെ? എറണാകുളം. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഇമ്പോർട്സിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാനിത് ഇമ്പോർട്സിൽ ചെന്നു. ഇമ്പോർട്സിൽ ചെന്നപ്പം അവരൊരു 4000 തൊട്ട് 25 ലക്ഷം രൂപ വരെയുള്ള ഒരു ബിസിനസ്സിനെയാണ് അവതരിപ്പിക്കുന്നത്. അത്രയധികം ഒരു അപ്പം എനിക്ക് വേണ്ടത് ഒരു 10,000 ആണെന്ന് പറഞ്ഞു. നമ്മൾ അവരുമായിട്ട് അഡ്വാൻസിങ് സ്റ്റാർ 25 ലക്ഷം എന്ന് പറയുമ്പോൾ ഊഹിക്കാം അത് ആരൊക്കെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, എന്തും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ആണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ എനിക്കൊരു 10,000 കേസ്. പക്ഷെ അവർ പറഞ്ഞു എന്നോട് അഡ്വാൻസ് ചെയ്യണം പേയ്മെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ എനിക്ക് അറിയില്ലല്ലോ, നേരിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് താല്പര്യമില്ലല്ലോ. എന്നിട്ട് ഞാൻ സമ്മതിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്കിതൊരു ബിസിനസിന്റെ ഒരു പക്ഷേ ഇതൊരു അനുഭവിച്ചൊരു കുട്ടിയുണ്ട്. ആ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേജിനകത്ത് കയറിയത്. പേജിനകത്ത് കയറി ഞാൻ ഇതെല്ലാം നോക്കിയപ്പോൾ പല സ്ത്രീകളും ഇതിനകത്ത് ഇതുപോലെ തന്നെ ഫേക്ക് ഐഡിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ ഇതിനകത്ത് ഇപ്പം കോളേജിൽ പഠിക്കുന്നതും. ഇപ്പം നമ്മുടെ ഈ പടത്തിനകത്ത് തന്നെ കഥ പറയുന്നത് ഒരു അക്ഷയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമ്മുടെ കഥാപാത്രം. അപ്പോൾ ആ പെൺകുട്ടിയെ അവർ ആ പേജിനകത്ത് വരുന്ന ഒരു എന്താ പറയുക അഡൽട്ട് സ്റ്റോറി എന്ന് പറയുന്നത് അക്ഷയിലെ സുന്ദരിക്കോത എന്നാണ്. മനസ്സിലായി? അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു സ്റ്റോറി വരിക. ആ സ്റ്റോറി അപ്പോൾ ഈ ഒരു ഫാമിലി ഇവർ എന്താ പറയുക വളരെയധികം കാലങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ജനിക്കുക, അല്ലെങ്കിൽ ഇവരുടെ കാത്തിരിപ്പിന് ആ ഒരു സമയത്ത് അവർ ഗർഭിണിയാണ്. ആ ഒരു സ്ത്രീയെ അറിയാതെ ഹസ്ബൻഡ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഈ വിഷയം എങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, അതാണ് നമ്മുടെ സബ്ജക്ട്. അപ്പൊ ഹണി ട്രാപ്പ് അല്ല നമ്മുടെ സബ്ജക്ട്, അതിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇനി ഹണിയെ ട്രാപ്പ് ചെയ്തത് ഒരുമിച്ച് സിനിമ സെറ്റിൽ എന്നാ ചർച്ച ഞങ്ങൾ കാണാനേ പറ്റിയിട്ടില്ല. ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഫേവറേറ്റ് ആക്ടർ ആൻഡ് വൈ? As he said, we love actors. അപ്പം
അതിലേക്ക് പിടിച്ചു കയറാൻ പറ്റിയില്ല. പറ്റിയില്ല എത്തിയില്ല. ഫേവറേറ്റ് ആക്ടർ ആൻഡ് വൈ? അങ്ങനെ ഡിപ്ലോമസി അല്ല, അങ്ങനെ ഒരു ആക്ടറിലേക്ക് നമുക്ക് ഇന്ന ആക്ടർ എന്ന് പറയാൻ പറ്റും. നമുക്ക് ഓൾമോസ്റ്റ് നല്ല ആക്ടേഴ്സിനെ എല്ലാം നമുക്ക് ഇഷ്ടമാണ്. ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ നമ്മൾ കിട്ടുമ്പോൾ എല്ലാം കാണും. ഡിപ്ലോമസി അല്ല. കാരണം നമ്മൾ ഓരോരുത്തരുടെയും നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചും നമ്മളുടെ അറിവ് വെച്ചും നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഓരോ കാര്യങ്ങളായിരിക്കും എൻജോയ് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് നമുക്ക് അങ്ങനെ കിട്ടില്ല. ഇങ്ങനെ ഒത്തിരി ആക്ടേഴ്സിൻ്റെ പരിപാടികളാണ്. ലാലേട്ടൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മമ്മൂക്കയുടെ കരിയർ വെച്ചും പെർഫോമൻസ് വെച്ചും പഠിക്കാൻ അങ്ങനെ ഡിപ്ലോമസി അല്ലത്. വാട്ട്സ് യുവർ ജോണർ? ഇഷ്ടമുള്ളൊരു ജോണർ ഏതാണ് മൂവിയിലേക്ക് വരുമ്പോൾ? അഭിനയിക്കാനാണെങ്കിലും കാണാനാണെങ്കിലും? എനിക്ക് അഭിനയിക്കാൻ കോമഡിയാണ് ഇഷ്ടം, കാണാനും കോമഡിയാണ് ഇഷ്ടം. പിന്നെ ഓരോ മൂഡ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എനി ടൈം നമ്മൾ വെറുതെ ഇരിക്കുന്ന ത്രില്ലേഴ്സാണ് കൂടുതലും കാണുക. കാരണം സമയം പോകാൻ എൻഗേജിങ് ആയിട്ട് പോകുന്ന അതേഴ്സാണ്. ഹ്യൂമർ കാണാനാണെങ്കിൽ എനിക്ക് പ്രിപ്പറേഷൻ ഉണ്ട്, സമയം എടുത്ത് മീൻസ് എല്ലാ പരിപാടികളും ഒതുക്കിയിട്ടേ ഞാൻ ഇരിക്കത്തുള്ളൂ. എനിക്ക് ഇടയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഗോകുൽ സുരേഷിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദുൽഖർ ഇൻ്റർവ്യൂവിൽ ഞാൻ ചെയ്തപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഫേവറേറ്റ് ആക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗോകുൽ പറഞ്ഞു മമ്മൂക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ അച്ഛനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ. ദുൽഖർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ വാപ്പ കഴിഞ്ഞിട്ടാണ്, വാപ്പ കഴിഞ്ഞിട്ടാണ് ആരും ഉള്ളൂ. ഞാൻ ധ്യാനിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഹു ഇസ് യുവർ ഫേവറേറ്റ് ആക്ടർ? നമുക്ക് വേറെ അച്ഛന്മാരെയാണ് ഇഷ്ടം. എൻ്റെ മർലൻ ബ്രാൻഡ് കേട്ടിട്ടില്ലല്ലേ? കേട്ടിട്ടുണ്ട്. മെർലിൻ മൺറോ കേട്ടിട്ടുണ്ടോ? മൺറോ എന്താ അതായിരുന്നു പുള്ളിയുടെ വായിൽ വന്നത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ അങ്ങനെ താങ്കളുടെ ഫേവറേറ്റ് ആക്ടർ അതാണ്. മർലൻ ബ്രാൻഡ്. സ്വന്തം അപ്പനല്ല. അപ്പൻ ഇവിടെ കിടക്കണം, മർലൻ ബ്രാൻഡ് ഇവിടെ കിടക്കണം. ഓക്കെ, ഇനി ഈ സിനിമയെ കുറിച്ച് കാണാൻ വരുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്? കാണാൻ വരുന്നവരോട് കാണാൻ വരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കാണാൻ ചിന്തിക്കുന്നവർ ഓൾറെഡി വരുന്നവരോട് എല്ലാരും വരണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പൊ കാണാൻ ആയിട്ട് വരാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? വൈ ഷുഡ് ദേ കം? എന്തിനു വരണം? കാരണം ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അത് പറയേണ്ടത് കാരണം അരുണിന്റെ ആദ്യത്തെ സിനിമയാണ്. അത് പറയേണ്ട ഈ സിനിമയുടെ സംവിധായകൻ കഥ ഓൾമോസ്റ്റ് എനിക്ക് കഥ പറയാനല്ല, പ്രേക്ഷകരിൽ അടുത്ത് പ്രതീക്ഷിച്ച് പോകാം. കാരണം നമ്മളെല്ലാ ആഴ്ചയും കാണുന്നതും കാണേണ്ട ആൾക്കാർ അത് സംബന്ധിച്ചിടത്തോളം അവന്റെ കരിയറിൽ തന്നെയുള്ള ഒരു വലിയൊരു സ്റ്റെപ്പല്ലേ ആദ്യ സിനിമ, വലിയൊരു സ്വപ്നം. അപ്പം അവൻ പറയും ദാറ്റ് ഈസ് ഫോർ ഹിം. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്, എല്ലാമാണ്. പക്ഷെ ആസ് ആക്ടേഴ്സ് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും മൂന്നുപേരും ഒരേ കാര്യം പറയണോ? ഒരേ കാര്യം പറയണ്ട, ഒറ്റ കാര്യം ഒരാൾ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയുടെ എല്ലാം. പക്ഷെ അതിൽ സ്പാർക്ക് എന്തായിരിക്കണം? വരണ ഒരാള് എന്ത് പ്രതീക്ഷിച്ചിട്ടായിരിക്കണം വരണേ? ആ ഒരു സ്പാർക്ക് എന്തായിരിക്കും? എന്ത് പ്രതീക്ഷിച്ചു വരണം? പറഞ്ഞു. ശരിക്കും ഒരു ഫാമിലി ചിത്രമാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ സ്ത്രീകളും ഫാമിലി എത്രമാത്രം പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു നല്ല ഒരു സസ്പെൻസ് ക്ലൈമാക്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരെയും നിരാശപ്പെടുത്തില്ല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ വാക്കിൽ കാണണം, വിജയിപ്പിക്കണം. എന്നെ ഒരു അഡ്വാൻസ് സ്റ്റാർ ആയിട്ട് നിർത്തരുത്. ഞാൻ വിചാരിച്ചെടുത്ത സൂപ്പർ സ്റ്റാർ നിനക്കറിയാലോ, അറിയില്ലേ? ആ കോൺഫിഡൻസോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ അത് ടൊവിനോ അല്ല, അത് ടൊവിനോയും ബേസിലും ഒക്കെ അവിടെ ഇങ്ങനെ അവരുടെ പേരുകളിൽ അത് വരുന്നു. ടൊവിനോ ഓക്കെ, ബേസിൽ പറ്റൂല അത്. താങ്കളെ പോലെ എല്ലാ മാസം പുള്ളിക്കുണ്ട് സിനിമ കേട്ടോ. ഈ നവംബറിലും ഉണ്ട് സൂക്ഷ്മദർശിനി. ഈ അവൻ ഇതെല്ലാം ആഴ്ചയാണ്, അതെല്ലാം മുദ്ര ശ്രദ്ധിക്കണം. എല്ലാ ആഴ്ച നിനക്ക് ഇന്റർവ്യൂ ഉണ്ടല്ലോ. അതുണ്ട്, അതുകൊണ്ടാണ് ചോദ്യങ്ങൾ തീർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ താങ്ക് യു വെരി മച്ച്.